യെസ്, അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു അടിപൊളി വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് വീഡിയോ? പ്രഡിക്ഷൻ വീഡിയോ. യെസ്, അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞുതരും. ഓരോ പാഠത്തിലും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ അല്ലേ? ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്തിട്ട് പോവാം. നമുക്ക് നേരെ തുടങ്ങിയാലോ മിസ്? ആദ്യം നമുക്ക് 10ാമത്തെ പാഠം നമ്മുടെ സേഫ് ഫുഡ് അഥവാ സുരക്ഷിത ഭക്ഷണം ലാസ്റ്റ് ചാപ്റ്റർ ആണ്. സോ അതിനകത്ത് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ഭക്ഷണം ചൂസ് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ ഫിഷിന്റെ ഭാഗമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നമ്മുടെ സോൾട്ട് ആൻഡ് ഷുഗർ സൊല്യൂഷനിൽ ഇട്ട് വെക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് പ്രിസർവേഷൻ നടക്കുന്നത്, എന്തുകൊണ്ടാണ് അത് കേട് വരാതിരിക്കുന്നത്. പിന്നെ നമ്മുടെ പാസ്ചറൈസേഷൻ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ അഡൾട്രേഷൻ, മായം ചേർക്കില്ല. അത് എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ ഹണിയും അതേപോലെ തന്നെ നമ്മുടെ ടേമറിക്കും വരില്ല, ബാക്കിന്നേ വരുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. യെസ്, ഹേർട്ട് നോട്ട് ദ എൻവയോൺമെന്റ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഹേർട്ട് നോട്ട് ടു ദ എൻവയോൺമെന്റ്, അതായത് പരിസ്ഥിതിയെ നോവിക്കാതെ. ഇതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ആൻഡ് പ്രിക്വേഷൻസ് ആണ് വരുന്നത് കേട്ടോ. പിന്നെയോ നമ്മുടെ ഹരിത കർമ്മസേന അവരെന്തൊക്കെ ചെയ്യുന്നു അത് മാത്രം കേട്ടോ, അത് മാത്രമേ വരുള്ളൂ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് ടോപ്പിക്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വണ്ടേഴ്സ് ഓഫ് സ്കൈ. ഓക്കെ, നോക്കാലോ. അതായത് ഡേ ആൻഡ് നൈറ്റ്, പകലും രാത്രിയും എങ്ങനെ ഉണ്ടാവുന്നെന്നും, വാക്സിങ് ആൻഡ് വേനിങ്, വൃദ്ധിയും ക്ഷയങ്ങളും എങ്ങനെ ഉണ്ടാവുന്നെന്നും, ഷാഡോസ്, നിഴലുകൾ, പിന്നെ എന്താ ട്രാൻസ്പെറന്റ് ആൻഡ് ഒപ്പാക്ക് ഒബ്ജക്റ്റ്, അതിന്റെ എക്സാമ്പിൾസും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ ഫുൾ മൂൺ ആൻഡ് ന്യൂ മൂൺ, അതായത് അമാവാസ്യയും പൗർണമിയും നോക്കി വെക്കുക കേട്ടോ. അത് നെക്സ്റ്റ് നമ്മുടെ ഹ്യൂമൻ ബോഡി വണ്ടർ, സർക്കുലേഷൻ, എക്സ്ക്രീഷൻ, നെർവസ് കോൺട്രി. ഇത് ഇവിടെ ഇന്ന് വെറുപ്പിക്കാം മക്കളെ. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ള ബ്ലഡ് വെസൽസിന്റെ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഇക്കഴിഞ്ഞ നമ്മുടെ 7th എക്സാമിന് ആ ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, ബ്ലഡും ഹാർട്ടും വന്നിട്ടില്ല. സോ അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ദെൻ എക്സ്ക്രീറ്ററി ഓർഗൻസ് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി, കാരണം ഓൾറെഡി വന്നതുകൊണ്ട് വരാനുള്ള ചാൻസ് കുറവാണ്. ദെൻ നമ്മുടെ നെർവ് സെൽസ് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ചേഞ്ചസ് ഇൻ ബോയ്സ് ആൻഡ് ഗേൾസ്, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. കാരണം റീപ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നില്ല. സോ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. മെൻസ്ട്രൽ കപ്പ് കണ്ട ഐഡന്റിഫൈ ചെയ്യാനും പറ്റണം. യെസ്, ഹീറ്റ് ഇൻ എവറിഡേ ലൈഫ്. കം ഓൺ. ഓക്കെ, ഇതാണ് ഹീറ്റ് ഇൻ എവറിഡേ ലൈഫ് അല്ലെ. എന്താണ് താപം നിത്യജീവിതത്തിൽ, അതായത് യൂസസ് ഓഫ് ഹീറ്റ്, നമ്മുടെ താപത്തിന്റെ ഉപയോഗങ്ങളും, പിന്നെ എക്സ്ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അവസ്ഥാ മാറ്റങ്ങൾ, അതുപോലെ തന്നെ സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്, കടൽക്കാറ്റും കരക്കാറ്റും, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ചാലനം, സംവഹനം, പിന്നെ വികിരണം. ഇതും കൂടെ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കി വെക്കുക. എക്സാമ്പിൾസും പഠിച്ചു വെക്കുക കേട്ടോ. വീണ്ടും നമ്മുടെ ഹ്യൂമൻ ബോഡിയെ വണ്ടർ, ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ. ഡാൻസർ എന്തിനാ ഈ വീഡിയോയിൽ വന്നെന്ന് പോലും നമുക്കറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ടീത്തിന്റെ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടീത്തിന്റെ ഫംഗ്ഷൻ, നമ്പർ, ഈ രണ്ട് സംഭവം നോക്കി വെക്കുക. പല്ലിന്റെ എണ്ണവും അതേപോലെ അതിന്റെ ധർമ്മം. ഓക്കെ, അതേപോലെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ഭാഗത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, വൻകുടലിന്റെ ഭാഗത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നോക്കി വെക്കുക. ദെൻ റെസ്പിറേഷന്റെ ഭാഗം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. കാരണം നമ്മളെ കഴിഞ്ഞ എക്സാമിന് വരാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇൻഹലേഷൻ ആൻഡ് എക്സലേഷന്റെ ഭാഗം നമ്മുടെ ഉച്ഛ്വാസവും നിശ്വാസവും നോക്കി വെക്കുക. അതിനകത്ത് നിന്ന് വരുന്ന പെർസെന്റേജുകൾ, ഓരോ എലിമെന്റിന്റെ പെർസെന്റേജ് പഠിച്ചു വെക്കുക ബൈ ഹാർട്ട് ആയിട്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ മക്കളെ, 10 പാഠത്തിൽ എനിക്ക് ആകെ കിട്ടിയത് 2 പാഠങ്ങളാണ്. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ 2 പാഠമൊന്നും കഴിഞ്ഞ എക്സാമിന് ചോദ്യമേ വന്നിട്ടില്ല. അതുകൊണ്ടാണ് പാവം ഞാൻ. എന്നാലും ആ പാഠത്തിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. 4ാമത്തെ പാഠം വെൻ ലൈറ്റ് റിഫ്ലക്ട്സ്. ഇതിലൊന്നാണ് 2 ടൈപ്സ് ഓഫ് റിഫ്ലക്ഷൻ. ആ റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനും, ക്രമപ്രതിപദനും വിസരിത പ്രതിപദനും. അത് തമ്മിലുള്ള വ്യത്യാസം പഠിക്കുക. ഇമേജ് ഫോർമേഷൻ്റെ പ്ലെയിൻ മിറർ, ഒരു സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ ഫോട്ടോന്റെ പ്രത്യേകതകൾ, മറ്റേ ലാറ്ററൽ ഇൻവേർഷൻ, പാർശ്വിക വിപര്യം, അതൊക്കെ പഠിക്കണം. പിന്നെ അതേപോലെ ട്രാൻസ്പാരന്റ്, ഒപ്പാക്ക് ആൻഡ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ്, സുതാര്യ വസ്തുക്കൾ, അതാര്യ വസ്തുക്കൾ, അർദ്ധധാര്യ വസ്തുക്കൾ, അതിന് എക്സാമ്പിൾ. അവസാനം മൾട്ടിപ്പിൾ റിഫ്ലക്ഷന്റെ ഉപയോഗങ്ങൾ, ആവർത്തന പ്രതിപദനത്തിന്റെ ഉപയോഗങ്ങൾ, ആ സംഭവങ്ങളൊക്കെ അല്ലടാ, പെരിസ്കോപ്പ്, കാലിഡോസ്കോപ്പ്, ആ സംഭവങ്ങളൊക്കെ നല്ലോണം ഒന്ന് യൂസ് ചെയ്തെക്കുക. അടുത്ത സ്ലൈഡ്. 3ാമത്തെ പാഠം വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി. ഈ പാഠം പ്രധാനമായിട്ട് എന്താ ചോദിക്കാന്ന്, ഈ പാഠത്തിൽ ചോദിക്കുന്നത് ഒന്ന് സർക്യൂട്ട് വരയ്ക്കാൻ വേണ്ടി ചോദിക്കും. പിന്നെ ഒരു സിമ്പിൾസ് തന്നിട്ട് തിരിച്ചറിയാൻ വേണ്ടി ചോദിക്കും. പ്രതീകങ്ങൾ തന്നിട്ട് തിരിച്ചറിയാൻ വേണ്ടി ചോദിക്കും. പിന്നെ ഒരു എക്സാമ്പിൾ തരും, അത് കണ്ടക്ടർ ആണോ, ഇൻസുലേറ്റർ ആണോ, ചാലകമാണോ, കറണ്ട് കടത്തിയിടാത്ത ആളാണോ, അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ ഇലക്ട്രീഷ്യന്മാർ ഉപയോഗിക്കുന്ന ടൂൾസ് നന്നായിട്ട് നോക്കി വെക്കണം. അതിന്റെ ധർമ്മം, ഫംഗ്ഷൻ ഓർത്ത് വെക്കണം. പിന്നെ ഷോക്ക് ഏൽക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടി, ഷോക്ക് ഏറ്റാൽ എന്താ ചെയ്യേണ്ടി, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ ആസിഡ് ആൻഡ് ബേസ് ആണ് കേട്ടോ. നോക്കാം, നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ എക്സാമ്പിൾസ് നോക്കി വെക്കുക. ലബോറട്ടറി ഇൻഡിക്കേറ്റേഴ്സ് നോക്കി വെക്കുക. ആസിഡും ബേസിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ എന്താണ് ആസിഡ് ഇൻ ഫുഡ് ഐറ്റംസ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ട്, ഈ എക്സാമിന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ വയറിലുള്ളതും ആമാശയത്തിലുള്ളതായിട്ടുള്ള, പിന്നെ ആൻറ്റിൽ അല്ലെ ഉറുമ്പിലുള്ളതായിട്ടുള്ള ആസിഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതെന്ത് ചെയ്യുക നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ ടുവാർഡ്സ് എ 100-fold yield ആണ്. ബഡിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിംഗ്, ഹൈബ്രിഡൈസേഷൻ, ഇതെന്ത് ചെയ്യുക നോക്കി വെക്കുക. ഇതിന്റെ പിക്ചർ തന്നിട്ട് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, ഫിനിഷ്. ഓക്കെ മക്കളെ, അപ്പൊ ഇതാണ് ഈ പാഠത്തിലൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സോ നിങ്ങൾ എല്ലാ പാഠങ്ങളും നല്ല ഉഷാറായിട്ട് നോക്കുക. ഇന്ന് രാത്രിയുള്ള ലൈവുകളൊക്കെ നന്നായിട്ട് കാണുക. നാളെ രാവിലെയുള്ള എന്തും കാണുക,
ലൈവും കാണാം. സോ എല്ലാവർക്കും morning വീഡിയോയുടെ booster താഴെ നിങ്ങൾ എല്ലാവരും എന്ത് കമന്റ് ചെയ്യാം, ഈ പറഞ്ഞതിൽ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് അറിയാന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം. Okay. Okay, bye. All the Bye. best. See you.